Hello and welcome to Filedesk and എൻ്റെ പേര് അക്ഷയാണ്. ആൻഡ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങളെക്കൊണ്ട് ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ പാർട്ട് സെക്കൻഡാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം പാർട്ട് 1 എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ താഴെ പാർട്ട് 1ൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കാണുക. ആൻഡ് നമുക്ക് വെബ്സൈറ്റ് എഡിറ്റിങ്ങിലോട്ട് കണ്ടിന്യൂ ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് weebly.com അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടതായുണ്ട്. അതുകൊണ്ട് നിങ്ങൾ weeblyയിൽ കയറി ലോഗിൻ ചെയ്യുക. ഇമെയിലും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ സൈറ്റ്സ് ഇവിടെ കാണാൻ, കാരണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത സൈറ്റ്സ്, അത് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് സൈറ്റാണോ അത് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഓക്കെ, സ്റ്റിൽ ലോഡിങ്. യെസ്, ആൻഡ് ഇപ്പം സൈറ്റ് ഓൾറെഡി ലോഡായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എൻ്റെ ടീം ഒന്ന് മാറ്റാം. ഈ ടീം വേണ്ട, നമുക്ക് വേറൊരു ടീമാക്കാം. ഓക്കെ, നമുക്ക് ഏത് ടീം വേണം? ഇതിൽ തൗസൻഡ്സിലേറെ ടീംസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരും ഏത് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ. എല്ലാം നല്ല ടീംസാണ്, അപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഞാൻ ഈ ടീമാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ന്യൂ ടീം ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ഹെഡർ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം സൈറ്റ് നെയിമാണ് കൊടുത്തേക്കുന്നത്. അപ്പം സൈറ്റ് നെയിം നമുക്ക് വേണമെങ്കിൽ ലോഗോയാക്കാം. ഇവിടെ കൊണ്ടുവന്നിട്ട് ലോഗോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ലോഗോ നമ്മളെ കമ്പനിയുടെ ഏതെങ്കിലും ഒരു പേഴ്സണൽ ലോഗോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്തിടാം, അത് എഡിറ്റ് ചെയ്യാം ആ ലോഗോ. അങ്ങനെ ഓരോരോ ഫീച്ചേഴ്സ് വീബ്ലിയിലുണ്ട്. അപ്പം നിങ്ങൾ ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണമെങ്കിൽ വീബ്ലി സൈറ്റ് ബിൽഡർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്ലോഡ് ചെയ്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് ലോഗോ. ആൻഡ് ഇറ്റ്സ് ഓൾറെഡി അപ്ലോഡഡ്. ആൻഡ് നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ ലോഗോ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് ഇച്ചിരി കൂടി റീസൈസ് ചെയ്യാം. ആൻഡ് നമുക്ക് ഇനി ഇവിടെ കുറേ എഡിറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് കുറേ എഡിറ്റിങ് നമുക്കിത് ചെയ്യാം എന്നാണ് ഇതിൻ്റെ ഒരു കാര്യം. നമുക്ക് കുറേ എഡിറ്റിങ് ചെയ്യാം. ആൻഡ് നമുക്ക് കുറേ എഡിറ്റിങ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് എഡിറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള ലോഗോയാണ് ഞാൻ ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് ഇറ്റ്സ് മൈ ലോഗോ. ആൻഡ് അപ്പം ഈ സൈറ്റിന് ഞാൻ ഈ ലോഗോയാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും മേലിലായിട്ട് നമുക്ക് കുറേ സോഷ്യൽ ഐക്കൺസിൻ്റെ ഫോട്ടോ കാണാം. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മളെ കമ്പനിക്ക് അക്കൗണ്ടല്ല. ഇപ്പം ഫേസ്ബുക്ക് ആണെങ്കിൽ facebook.com പേജിൻ്റെ അഡ്രസ്സ്, അങ്ങനെ ട്വിറ്ററിൻ്റെയും ലിങ്കിൻ ആൻഡ് മെയിൽ, പിൻട്രസ്റ്റ് ആൻഡ് ഗൂഗിൾ പ്ലസ്, അങ്ങനെ കുറേ സോഷ്യൽ മീഡിയാസ് ഉണ്ട്. അവിടെ നമുക്ക് നമ്മളെ അഡ്രസ്സ് ഫുള്ള് വരുക. അപ്പം ആൾക്കാർക്ക് വെബ്സൈറ്റ് നോക്കുമ്പോൾ നമ്മളെ ഓരോരോ സോഷ്യൽ മീഡിയാസിൽ കയറാൻ സിമ്പിളായിരിക്കും. ആൻഡ് നമുക്കിവിടെ എൻ്റെ ടെസ്റ്റ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഞാൻ ഇപ്പം കാൾ അസ് എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. സോറി, കളേഴ്സ്. ഓക്കെ, ആൻഡ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തെറിഞ്ഞു. ഇനി നമുക്ക്
പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഈ ബേസിക് ഫീച്ചേഴ്സ് പഠിക്കണം. അതിന് മുമ്പേ നമുക്ക് ചില കാര്യങ്ങളുണ്ട്. ഈ ടാബ്സിൽ നമുക്ക് ഓരോന്ന് പഠിക്കാം. ഇതിൽ ഡിസൈൻ ഉണ്ട്. അതിൽ നമുക്ക് ഇത് ടീം ചേഞ്ച് ചെയ്യാനാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണ്. ഇതിൻ്റെ കളർ നമുക്ക് മാറ്റാം. ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമുക്ക് ഈ കളർ കണ്ടാൽ മതി. ആൻഡ് ഇനി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ടീം ചേഞ്ച് ചെയ്യാം. നമുക്കിപ്പോൾ ടീം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡിസൈൻ ഓപ്ഷൻസിൽ പോവുക. ചേഞ്ച് ഫോൺസ് ഉണ്ട്. ഫോൺസ് വരെ നമുക്ക് എൻ്റെ എല്ലാം ഫോൺസ് ചേഞ്ച് ചെയ്യാം. നാവിഗേഷൻ മെനുവിൻ്റെ ഫോൺസ്, ഫോൺ നമ്പർ, ഹെഡ്ലൈൻസ് അങ്ങനെ കുറേ ഫോൺസ് ഇനി ചേഞ്ച് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതിൽ നാവിഗേഷൻ മെനുവിൻ്റെ ഫോൺസ് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ഫോണ്ട് നമുക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും ആകാം. അപ്പം ഫോണ്ട് ഇവിടെ ഓൾറെഡി ലോഡായി കഴിഞ്ഞു. ആൻഡ് ഇതിൻ്റെ സൈസ് കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെ പല ഫീച്ചേഴ്സുണ്ട്. പിന്നെ ഇത് ബോൾഡാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ റെഗുലറാക്കി വെച്ചിട്ടുണ്ട് ചെറുക്ക്. പിന്നെ സബ് നാവിഗേഷൻ ഉണ്ട്. അത് ഇതിൻ്റെ സബ്ബായിട്ടുള്ള നാവിഗേഷൻ ആയിരിക്കും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഇതുപോലെ എല്ലാത്തിൻ്റെയും ഫോൺസും ലിങ്ക്സിൻ്റെ എല്ലാം കളറും എല്ലാം മാറ്റാം. അത് എല്ലാം നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോരോ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കുറവാണ്. ഇത് പാർട്ട് 4, 5 അങ്ങനെ കുറേ പാർട്ടായിട്ട് തീർക്കാനാക്കൂ. അപ്പോൾ ഇനിയിപ്പം ഇതിൽ നമുക്ക് എഡിറ്റിംഗ് HTML CSS ഉണ്ട്. ഈ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ വേറൊരു വെബ്സൈറ്റ് ബിൽഡറിനും ഇല്ലാത്ത ഫീച്ചറാണിത്. അപ്പം ഈ ഫീച്ചർ വരെ നമ്മൾ ഇപ്പം നോക്കുവാണെങ്കിൽ ഒരു ഗുണവും കാട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇത് എന്തൊക്കെ വരികയാണ്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഫീച്ചർ കൊണ്ട് നമുക്കിപ്പോൾ ഒരു സാധാരണ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരാൾക്ക് ഗുണം കിട്ടത്തില്ലായിരിക്കും. പക്ഷേ ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് ഈ ഒരു ഫീച്ചർ വഴി നമുക്ക് ഫാവിക്കൻ മാറ്റാം. പിന്നെ ഫൂട്ടർ ഇവിടെ വീബ്ലിയുടെ ഫൂട്ടറാണ്. അപ്പോൾ ഫൂട്ടർ വെക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഈ ആഡൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങ് മാറ്റിക്കണം. അങ്ങനെ കുറേ ഫീച്ചറുണ്ട്. അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇനി പേജസിലോട്ട് പോകാം. പേജസ് നമുക്ക് പറയുകയാണെങ്കിൽ വേറൊരു പേജ് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് പ്ലസ് ചെയ്യുക. ഇതിൽ സ്റ്റാൻഡേർഡ് പേജ് ഉണ്ട്, ബ്ലോക്ക് പേജ് ഉണ്ട്, സ്റ്റോർ പേജ് ഉണ്ട്, എക്സ്റ്റേണൽ ലിങ്ക് പേജും ഉണ്ട്. നമുക്ക് ബ്ലോക്ക് പേജ് ആണെങ്കിൽ ബ്ലോഗ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പേജാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് പേജ് എടുക്കാം. ആൻഡ് ഇതിൽ ഹെഡർ ടൈപ്പ് ഉണ്ട്. നമുക്ക് നോ ഹെഡർ മതി. പിന്നെ ഇത് നാവിഗേഷൻ പാനലിൽ ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ഇൻ നാവിഗേഷൻ പാനൽ കൊടുക്കുക. ഹൈഡ് ചെയ്യണമെങ്കിൽ മാത്രം. ഞാൻ ഇപ്പോൾ അത് കൊടുത്തെറിഞ്ഞു. നമുക്ക് എന്തെങ്കിലും പേജ് 3 എന്ന് കൊടുക്കാം. ഓക്കെ, സേവ് ആൻഡ് എഡിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ പേജ് വന്നിട്ടില്ല. നമ്മൾ ഹൈഡ് ഇൻ നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 00 എന്ന് പറഞ്ഞ പേജിൻ്റെ ഒരു സബ് പേജ് ആക്കാം. അപ്പോൾ ഹൈഡ് ഇൻ നാവിഗേഷൻ മെനു വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇനി നിങ്ങൾ ബിൽഡർ ഇട്ട് നോക്കൂ, 00 ഇട്ട് നോക്കൂ. അപ്പോൾ ഇതാണ് പേജ് ഇട്ട് നമ്മളെ സബ് നാവിഗേഷൻ വന്നെറിഞ്ഞു. അതെ, വന്നു. ആൻഡ് സബ് നാവിഗേഷൻ ആഡായി. പേജ് ഇട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൽ നമുക്ക് ലേഔട്ട് വേണമെങ്കിൽ ലേഔട്ട് ഏതെങ്കിലും ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വന്ന് ഓരോന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ട് പോകാം. ആൻഡ് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. സ്റ്റോറിൽ നിങ്ങൾ ഒരുപാട് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് നിങ്ങളുടെ സൈറ്റ് നെയിം ഈ സെറ്റിങ്സ് ടാബിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റ് അഡ്രസ് ചേഞ്ച് ചെയ്യാം, സൈറ്റ് നെയിം ചേഞ്ച് ചെയ്യാം. ആൻഡ് മൊബൈൽ ഡിസ്പ്ലേ വെർഷൻ കാണിക്കണമെന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ മൊബൈൽ ഡിസ്പ്ലേ വെർഷൻ കാണിക്കണമെന്ന് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടെന്ന് ചെയ്യാം. ഇവിടെ ടിക്ക് മാർക്ക് ഇടുക. വേണ്ടെങ്കിൽ മൊബൈൽ വെർഷൻ വേണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. ആൻഡ് ഫാവിക്കൻ ഇവിടെ അവൈലബിൾ അല്ല. നമുക്ക്
പൈസ കൊടുത്ത് മേടിക്കണം. അത് പൈസ കൊടുത്ത് മേടിക്കാനൊരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ HTML CSS ടെക്നിക്കാണ്. അപ്പോൾ നമുക്ക് സൈറ്റ് പാസ്വേഡ് ഇവിടെ ചെയ്യാം. പിന്നെ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഓക്കെ. ആൻഡ് ഇനി ഇവിടെ കാണുന്നത് SEO ആണ്. SEOയിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങളുടെ സൈറ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കുക. ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഈ സെയിം ഡിസ്ക്രിപ്ഷൻ തന്നെ ഇവിടെയും കൊടുക്കുക. ആൻഡ് ഇവിടെ ഫൂട്ടർ കോഡാണ്. അത് ഈ ഗൂഗിൾ അനലാറ്റിക്സിനും വേണ്ടി. പിന്നെ ആൻഡ് ഹെഡർ കോഡുണ്ട്. അവിടെ ഗൂഗിൾ വെബ് മാസ്റ്ററിനൊക്കെ വേണ്ടിയുള്ള ഹെഡർ കോഡാണ്. ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നതിന് ഞാൻ CEO വേറൊരു പാർട്ടായിട്ട് ഇടാം. പിന്നെ അത് പറ്റുന്ന ഇടാം. ആൻഡ് ഇവിടെ എഡിറ്റേഴ്സ് ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്താലേ ചെയ്യാക്കൂ. ബ്ലോഗുണ്ട്. ഇതൊക്കെ നമ്മൾ കൂടുതലും പൈസ കൊടുത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്കിപ്പം ഈ ഒരു SEO ഞാൻ ഒരു പാർട്ടായിട്ട് തന്നെ ഇടുന്നതായിരിക്കും. ഹൗ ടു ക്രിയേറ്റ് SEO ഇൻ വീബ്ലി എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇടാം. അപ്പം നിങ്ങൾക്ക് SEO എങ്ങനെ ചെയ്യണമെന്ന് കൂടുതലും മനസ്സിലാക്കും. ആൻഡ് നമുക്ക് പേജിൽ ഓപ്ഷൻസിലോട്ട് വരാം. പിന്നപ്പം നമുക്ക് ബേസിക് എന്ന് പറഞ്ഞാൽ ഇത് കുറേ ഓപ്ഷൻസ് ഉണ്ട് ബേസിക് ആയിട്ടുള്ള. ഒന്നാമത്തേത് ടൈറ്റിലാണ്. നിങ്ങൾക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ടൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് എവിടെയാണ് കൊടുക്കേണ്ടത് അവിടെ കൊണ്ടുവരിക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും പേര് കൊടുക്കാം. നിങ്ങളുടെ ഹെഡ്ലൈനോ എന്തെങ്കിലും അവിടെ കൊടുക്കുക. പിന്നെ ടെക്സ്റ്റ് ഒരു പാരഗ്രാഫ് അവിടെ കൊടുക്കാൻ വേണ്ടി ഡ്രാഗ് ചെയ്തത് കൊണ്ടുവരിക. പിന്നെ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇടുക. ആൻഡ് പിന്നെ ഇമേജ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഗാലറി ഉണ്ട്. ഇമേജ് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ഇമേജ് ഞെക്കി നമുക്ക് ഇമേജ് ഏതാണെങ്കിലും അപ്ലോഡ് ചെയ്യാം. പിന്നെ ഗാലറി ഉണ്ട്. ആൻഡ് ഗാലറി ഉണ്ട്. അപ്പം ഗാലറിയിൽ നമുക്ക് ഓരോരോ ഫോട്ടോസ് എടുത്തിടാം. ആൻഡ് സ്ലൈഡ് ഷോ ഉണ്ട്. ആൻഡ് അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ ഇച്ചിരി ടെക്നിക്കൽ ഫങ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം സ്ലൈഡ് ഷോ നമുക്ക് ഇതിലിപ്പം കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമ്പേഴ്സ് ഉണ്ട്, മോട്ടം നമ്പേഴ്സ് ഉണ്ട്, ബോട്ടം നമ്പേഴ്സ് ഉണ്ട്, ടോപ്പ് ഉണ്ട്. കുറേ ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതാണ് ചൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് ചോദിക്കുക. അപ്ലോഡ് ഫോട്ടോസ് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ കൺട്രോൾ പിടിച്ചുകൊണ്ട് ഓരോ ഫോട്ടോയും വെക്കുക. ആൻഡ് ഓപ്പൺ കൊടുക്കുക. ഇതിൽ എത്ര ഫോട്ടോ ആണെങ്കിലും അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്ത 2 ഫോട്ടോസും ഏകദേശം അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ഫോട്ടോ അപ്ലോഡായി. ഇതിൽ നമുക്ക് ഈ ഫോട്ടോയിൽ വേണമെങ്കിൽ ഏതെങ്കിലും ലിങ്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളെ പേജിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ലിങ്ക്, ഇപ്പം 00 പേജിൻ്റെ ഒക്കെ ലിങ്ക് ഇവിടെ സേവ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കാം. ഒരു ഇപ്പം ക്രോം എന്ന് കൊടുക്കാം. ഓക്കെ, ക്യാപ്ഷൻ ഞാൻ കൊടുത്തു. സേവ് കൊടുക്കുക. ആൻഡ് ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് കൊടുക്കുക. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഗസ്റ്റ് സ്റ്റാർട്ടറാണ്. ഗസ്റ്റ് സ്റ്റാർട്ടർ അല്ല, ഓക്കെ സോറി. ഇവിടെ ഞാൻ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക്സ് എല്ലാം കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. ആൻഡ് ഇതിൻ്റെ താഴെ നമ്മളെ സ്ലൈഡ് ഷോ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആൻഡ്രോയിഡ് ഫോട്ടോസ് കൊടുത്താൽ അതേ ഫോട്ടോസ് കൂടാം. പിന്നെ ഇതിൽ നാവിഗേഷൻ ഉണ്ട്, സ്പീഡുണ്ട്. ഇത് ഫുള്ളും ഓരോരോ ഫീച്ചേഴ്സാണ്. നിങ്ങൾക്ക് ഓരോന്ന് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് എല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നൊരു സമയം എടുക്കും. ഇതിലിപ്പോൾ ആട്ടോ പ്ലേ ഓഫാണ്. നിങ്ങൾക്ക് ഇത് ഓട്ടോ പ്ലേ ആയിട്ട് ഫോട്ടോ മാറണമെങ്കിൽ ഓട്ടോ പ്ലേ ഓൺ ചെയ്യുക. കൺട്രോൾസിൻ്റെ പ്ലേ ഓപ്ഷൻ കൺട്രോൾസ് മാറ്റണമെങ്കിൽ നോ കൊടുക്കുക. അപ്പം കൺട്രോൾസ് കാണില്ല. പിന്നെ നിങ്ങൾ വേറെ ഒരു ചെയ്യേണ്ട അറിയില്ല.
ക്യാപ്സൻ്റെ സെറ്റിങ്സ് ആൻഡ് സ്പീഡുണ്ട്. അത് എത്ര സെക്കൻഡ് വേണം എന്നാണ്. അത് 3 സെക്കൻഡ്സ് നോക്കി 3 സെക്കൻഡ്സ് ആൻഡ് നാവിഗേഷൻ മെനു ഉണ്ട്. നാവിഗേഷൻ ടംബിൾസിലാണ്. അതിപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. ആൻഡ് ഇതിൻ്റെ സ്റ്റൈല് മാറ്റാം. സ്ലൈസ് തൊട്ട് സ്ലൈഡ് പോലെ പോകും. ആൻഡ് ഇനി നമുക്ക് അടുത്ത ഫീച്ചറിലോട്ട് ഓരോരോ പോയിന്റ് വരും. പിന്നെ മാപ്പാണ്. മാപ്പ് നമ്മൾ പറയാനുള്ള മാപ്പ് നമുക്കിടയിൽ അഡ്രസ്സെല്ലാം എൻ്റർ ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു നമ്മളെ കമ്പനിയുടെ ഒരു മാപ്പ് തന്നെ കൊടുക്കാൻ വേണമെങ്കിൽ നമ്മളെ കമ്പനി എവിടെയാണുള്ള മാപ്പ് അതെല്ലാം റാങ്കിങ് ആണ്. കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുക്കാം. എംബെഡ് കോഡ് കൊടുക്കാം. ഇത് എംബെഡ് കോഡ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് കൂടുതൽ ഓരോരോ ഫീച്ചേഴ്സിൻ്റെ എംബെഡ് കോഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ആൻഡ് ഡിവൈഡറുണ്ട്, സ്പേസറുണ്ട്, ബട്ടണുണ്ട്, സെർച്ച് ബോക്സ് നമുക്ക് അവൈലബിൾ അല്ല. ഈ സ്റ്റാർ അടങ്ങുന്ന എല്ലാം പ്രോ ഫീച്ചറാണ്, പൈസ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഡിവൈഡർ എന്തോന്ന് പഠിക്കാം. ഡിവൈഡർ ഡ്രാഗിൽ കൊണ്ടുവരിക. ഓക്കെ, അപ്പം ഈ ഡിവൈഡർ എന്ന് പറയുമ്പോൾ ഇത് ജസ്റ്റ് ഒരു ലൈൻ ആണ്. നിങ്ങൾക്ക് ഒരു ലൈൻ കൊണ്ടുവരികയാണ് ഈ ഡിവൈഡർ ഇവിടെ. ഇത് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇവിടെയാണ് നമുക്കിപ്പോൾ ഇവിടെയാണ് ഒരു ലൈൻ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ഒരു ഡിവൈഡർ കൊടുക്കുക. അപ്പം 2 കോളമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഡിവൈഡർ കൊടുത്ത് അതിന് ഇത് സ്പേസർ ഇതുപോലെ തന്നെയാണ്. ഈ സ്പേസർ ഇതുപോലെ തന്നെയാണ്. നമുക്കിപ്പോൾ ഇത് ഡബിൾ ലൈൻ ആക്കണമെങ്കിൽ സ്പേസർ അവിടെ കൊണ്ടുവന്നാൽ മതി. അപ്പം ഡിവൈഡർ വേണ്ടാലാണ് സ്പേസർ മതി നമുക്ക് ഡബിൾ ലൈൻ ആക്കാം. ഇത് എന്നിട്ട് നമുക്ക് എന്താ വേണമെങ്കിലും ബട്ടണൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊണ്ട് ഇട്ടാൽ കളർ. ഓക്കെ, ബട്ടൺ ടെസ്റ്റാണ്. നമുക്ക് ഇനി അടുത്ത ഫീച്ചേഴ്സിലോട്ട് പോകാം. അടുത്ത ഫീച്ചേഴ്സ് മീഡിയയിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ്, യൂട്യൂബ് ഫയൽസ്, ഫ്ലാഷ് ഫയൽസ് ആൻഡ് ഡോക്യുമെൻറ്റ് ഫയൽസ് എല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്യാം. ആഡിയോ HD വീഡിയോ അവൈലബിൾ അല്ല, പ്രോ ഫീച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ആൻഡ് ഗൂഗിൾ ആഡ്സൻസ് ഉണ്ട്. ആൻഡ് പോൾ ഡേറ്റ സോഷ്യൽ ഐക്കൻസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഒരുവിധം അറിയാനാണ്. ഇനി നിങ്ങൾ വെബ്സൈറ്റ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് മനസ്സിലാക്കുക. അതിൽ പഠിക്കാൻ സിമ്പിളാണ്, പഠിക്കാനൊന്നുമില്ല. നിങ്ങൾ ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അപ്പം തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും. ഇനി നമുക്ക് അധികം ഒരുപാടില്ല. നമുക്ക് ഒരു ഓവർവ്യൂ എന്തെങ്കിലും കഴിഞ്ഞു വന്നു എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ഒന്ന് പബ്ലിഷ് ചെയ്ത് നോക്കാം. പബ്ലിഷ് നിൽക്കും. നമുക്ക് ഇത് കാണിച്ച് തരാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് പറഞ്ഞു വന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ നിർത്തിയിടും. ഓക്കെ, ആൻഡ് സൈറ്റ് ലോഡിങ് ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സൈറ്റ്. ഓക്കെ, സൈറ്റ് ലോഡായി. ആൻഡ് യുവർ സൈറ്റ് നെയിം 00.weebly.com ആണ്. ഇതിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫാവിക്കൻ വീബ്ലിയുടെ ഫാവിക്കനാണ്. അപ്പം ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഒരു വീബ്ലിയുടെ സൈറ്റ് ആണല്ലോ എന്ന്. അപ്പം അത് മാറ്റാൻ വേണ്ടി നമ്മളെ ഫാവിക്കൻ ഇവിടെ കൊടുക്കാം. അത് പൈസ കൊടുത്താലേ കൊടുക്കാം. പക്ഷേ അതിന് വേറൊരു ഐഡിയ ഉണ്ട്, ഒരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് എങ്ങനെ ഇടും എന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ തന്നെ ആയിരിക്കും. ആൻഡ് ഇവിടെ ഒരു ആഡ് ഉണ്ട്, വീബ്ലിയുടെ ആഡ് ഉണ്ട്. ഇത് നമുക്ക് ഒരു ടെക്നിക്ക് ഒരു HTML CSS എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതുവഴി നമുക്ക് മാറ്റാം. അപ്പം നമ്മൾ സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റെ SEO ആൻഡ് ഫാവിക്കനൊക്കെ ആഡ് ചെയ്യണത് മെത്തേഡ് ഞാൻ ഇടാം. ഇതിപ്പോൾ പാർട്ട് 2 കഴിഞ്ഞു. ഇനി പാർട്ട് 3 കാണത്തില്ല. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേലുള്ള എല്ലാം പഠിച്ചു. ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ആൻഡ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ സൈറ്റ് കാണണമെങ്കിൽ filedesk.weebly.com എന്ന് ഞങ്ങൾ സൈറ്റ് പോവുക. ഞങ്ങളുടെ സൈറ്റ്
ഇതേ സെയിം ഫയൽ ഡെസ്കിൻ്റെ ഈ വീബ്ലിയിൽ ഒരു സൈറ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യം കാണുന്നൊരു വ്യത്യാസം എന്താ, ഈ FD ഞങ്ങളുടെ ഫാവിക്കനാണ്. അപ്പം ഇത് വീബ്ലിയുടെ ഫാവിക്കൻ ആയിരുന്നു. ഞങ്ങൾ ആ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ മാറ്റിയെടുത്തു. ആൻഡ് ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ ഫൂട്ടറും ആഡ് ചെയ്തു. അപ്പം അങ്ങനെ കുറേ ഓപ്ഷൻസ് നമ്മളിവിടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വെബ്സൈറ്റ് എങ്ങനെ ചെയ്തു അങ്ങനെ നിങ്ങൾക്കും ആക്കി എടുക്കാം. അപ്പം ഞങ്ങളുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കുക. ഇതിൽ ഞങ്ങളുടെ ലേറ്റസ്റ്റ് വീഡിയോസ് ആൻഡ് നിങ്ങൾക്ക് ഓരോരോ പുതിയ ന്യൂ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആൻഡ് യൂട്യൂബിൻ്റെ ആൻഡ് ഗൂഗിൾ ക്രോമിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് ആണ്. ടൊറൻറ്റ് ഫയൽസ് ഫോട്ടോഷോപ്പിൻ്റെ കിട്ടും. ഇതിൻ്റെ ടൊറൻറ്റ് ഫയലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങളെ ലേറ്റസ്റ്റ് വീഡിയോസ് ഞാൻ അബൌട്ട് ഉണ്ട്. അതിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇത് തുടങ്ങിയത് എല്ലാം അറിയാക്കും. അപ്പം ഞങ്ങളുടെ വെബ്സൈറ്റിൽ കാണുക ആൻഡ് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞങ്ങളിപ്പോൾ ട്വിറ്ററിലും അവൈലബിൾ ആണ്. അപ്പോൾ ട്വിറ്ററിൽ ഫോളോ ചെയ്യുക. ആൻഡ് ഫേസ്ബുക്കിൽ ലൈക്കും ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് സൈറ്റ് ബിൽഡപ്പ് ചെയ്തു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.